ശരിക്കും ഭയങ്കര തണുപ്പൊക്കെ ഉള്ള സമയം എന്ന് പറഞ്ഞാൽ ശരിക്കും അതൊരു ഭയങ്കര ഡിപ്രഷൻ അടിക്കുന്ന ടൈമാണ് നമുക്ക്. ഹലോ ഗായ്സ്, ഞാനിവിടെ ജർമ്മനിയിലെ ഞാൻ താമസിക്കുന്ന സ്ഥലത്ത് ഇന്ന് ജസ്റ്റ് ഭയങ്കര സ്നോയാണ്. അതുമാത്രമല്ല ഇന്ന് സൺഡേ ആയതുകൊണ്ട് ഫ്രീ ആണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു ജസ്റ്റ് പുറത്തിറങ്ങി ഈ സ്നോ ഒക്കെ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം. സാധാരണ ഈ സ്നോ ടൈമിൽ ആരും അങ്ങനെ പുറത്തിറങ്ങില്ല, അത്യാവശ്യം നല്ല തണുപ്പുണ്ട്. പിന്നെ എനിക്കെന്തോ വെറുതെ ഒറ്റയ്ക്ക് ഇരുന്നപ്പോൾ പുറത്തിറങ്ങണം, ഇതൊക്കെ ഒന്ന് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ച് പുറത്തിറങ്ങിയതാണ്. നല്ല അടിപൊളിയാണ് പുറത്തൊക്കെ കാണാൻ. എങ്ങനെയുണ്ട്? നല്ല ഭംഗിയില്ലേ? ഫുള്ള് വൈറ്റ്. നല്ല ഒരു രാത്രി കൊണ്ട് ഇത്രയും സ്നോ വന്നതാണ്. ഇന്നലെ ഒന്നും ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല. ഇന്നലെ അത്യാവശ്യം വെയിലൊക്കെ ഉണ്ടായിരുന്ന ദിവസം. ഇന്ന് രാവിലെ ഞാൻ എഴുന്നേറ്റ് നോക്കിയപ്പോൾ ഭയങ്കര സ്നോ. കണ്ടോ, വീട്ടിലിടുന്ന പാൻറ്റും വീട്ടിലിടുന്ന ചെരുപ്പിട്ട് ഈ സ്നോയിൽ പുറത്തിറങ്ങണ വ്യക്തി ഞാൻ മാത്രമേ ഉണ്ടാവുള്ളൂ. കാണുന്നില്ലേ, ആ ബിൽഡിങ്ങാണ് ഞങ്ങളുടെ വീട്. അതിൻ്റെ ഏറ്റവും മുകളിലാണ് ഞങ്ങൾ താമസിക്കുന്നത്. ഞാൻ താമസിക്കുന്നത് ഞാനും എൻ്റെ റൂംമേറ്റും. കണ്ടോ കണ്ടോ കണ്ടോ, അതാട്ടോ ഞങ്ങളുടെ വീട്. ഇപ്പം മറ്റേ റീല് ചെയ്യാൻ പറ്റിയ സമയമാണ്. ഇതാണ് ഞാൻ പറഞ്ഞ ആ ഗ്ലൂക്കോസ് പൊടി. ഗ്ലൂക്കോസ് പൊടി പോണ പൊക്കെ ഉണ്ടോ? ഒരു സ്നോമാൻ ഉണ്ടാക്കാന്ന് വിചാരിച്ച് കാണിച്ചത് സ്നോമാനല്ല, ഇതെന്തോ വേറെ സംഭവമാണ്. മഞ്ഞ് പെയ്ത് കഴിഞ്ഞാൽ ആരൊക്കെ ഈ വഴി കൂടെ പോയിട്ടുണ്ട്, അവരെവിടെയൊക്കെ കൃത്യമായിട്ട് പോയെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഞാൻ ആ കാൽപാദങ്ങളെ പിന്തുടർന്ന് പോകുന്നതാണ്. പക്ഷെ അത് പിന്തുടർന്ന് പോകുമ്പോൾ അതേതോ കുറ്റിക്കാട്ടിലേക്ക് ചെല്ലുന്നത്. വെറുതെ ആവശ്യമില്ലാത്ത പണി വാങ്ങിക്കണ്ടല്ലോ. നിങ്ങൾ കണ്ടോ അങ്ങോട്ട് ദൂരെ? ഇതൊരു ആപ്പിൾ ഗാർഡൻ ആയി കാണുന്നത്, ആപ്പിൾ തോട്ടം. ആപ്പിൾ തോട്ടത്തിൽ ഇപ്പോൾ ഒരു ഇല പോലും ഇല്ല, ഫുൾ ഇങ്ങനെയായി. അവിടെയൊക്കെ ഇങ്ങനെ റോഡ് സൈഡിൽ ഇരുന്ന് റെസ്റ്റ് ചെയ്യാനുള്ള സ്ഥലമാണ്. അത്യാവശ്യം നല്ല ഏരിയ. ഞങ്ങൾ അവിടേക്ക് ഇടയ്ക്ക് പോയി ഇരിക്കാറൊക്കെ ഉണ്ട്. ഇത് കണ്ടോ, മരത്തിലൊക്കെ ഇലകളിലൊക്കെ സ്നോ ഇങ്ങനെ വീണെടുക്കണ നല്ല ഡിസൈൻ പോലെ, നല്ല ഭംഗിയല്ലേ കാണാൻ. കാറൊക്കെ കണ്ടോ? ഇനി ഈ കാറൊക്കെ ഓടിക്കാൻ അത്യാവശ്യം നല്ല ബുദ്ധിമുട്ടായിരിക്കും, സ്നോ ഒക്കെ കളഞ്ഞ്. പിന്നെ ഈ വിൻ്റർ ടൈമിൽ നമ്മുടെ ജർമ്മനി അതേപോലെ ഇങ്ങനത്തെ യൂറോപ്യൻ കൺട്രീസിലൊക്കെ വിൻ്ററിനും അതേപോലെ സമ്മറിനും സെപ്പറേറ്റ് എന്താ പറയുക ടയർ ഉണ്ടാവും. വിൻ്ററിന് പറ്റിയ ടയേഴ്സ്, സമ്മറിന് അനുയോജ്യമായ ടയേഴ്സൊക്കെ ഉണ്ടാവും. അപ്പം ഈ വിൻ്റർ ടൈമിൽ വിൻ്ററിന് പറ്റിയ ടയേഴ്സ് മാറ്റിയിട്ടില്ലെങ്കിൽ ഇതേപോലെ മഞ്ഞൊക്കെ പെയ്യുമ്പോൾ പണി കിട്ടും. അപ്പം ഇവരിങ്ങനത്തെ കാര്യങ്ങളും ഇങ്ങനെ മറക്കില്ല, കൃത്യമായിട്ട് ഇതൊക്കെ ഓർത്തവർ മാറ്റിക്കിടും കേട്ടോ. അതേപോലെ തന്നെ ഭയങ്കര കൃത്യനിഷ്ഠയുള്ള ആൾക്കാരാണ്. അപ്പം ഈ സമയം അവർ വെതർ ആപ്പിൽ കൃത്യമായിട്ട് എല്ലാ ദിവസത്തെ വെതറൊക്കെ നോക്കിയിട്ടാണ് ഒരു ദിവസം അവർ പുറത്തിറങ്ങുള്ളൂ. അപ്പോൾ ജാക്കറ്റ് എടുക്കേണ്ട ദിവസമാണെങ്കിൽ അവർ എല്ലാവരും മറക്കാതെ ജാക്കറ്റ് എടുക്കും. എനിക്ക് പലപ്പോഴും അബദ്ധം പറ്റിയിട്ടുണ്ട്. ഡ്യൂട്ടിക്കൊക്കെ പോകുമ്പോൾ ജാക്കറ്റ് ഒന്നും എടുക്കാണ്ടൊക്കെ ഞാൻ പുറത്ത് പോയി എനിക്ക് പണി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എന്നോട് ഇതേപോലെ എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ഒരു കൊളീഗ് പറഞ്ഞാണ്, നീ വെതർ ആപ്പ് ഒന്നും നോക്കാറില്ല, വെതർ ആപ്പൊക്കെ നോക്കിയിട്ട് വേണം നമ്മൾ എല്ലാ ദിവസവും പുറത്തിറങ്ങാൻ. ഞങ്ങൾ ജർമ്മൻസ് അങ്ങനെയാണ് പുറത്തിറങ്ങാറെന്നൊക്കെ പറയും. അങ്ങനെ പല കാര്യങ്ങളുണ്ട്. ഈ ഇതേപോലെ വിൻ്റർ ടൈമിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, സമ്മർ ടൈമിൽ ശ്രദ്ധിക്കേണ്ട പല കാര്യങ്ങളുണ്ട്. അതൊക്കെ ഞാനിപ്പോൾ പഠിച്ച് വരുന്നുള്ളൂ. ഞാനിവിടെ വന്നിട്ട് 10 മാസമായി. എന്നാലും ഓരോ പുതിയ കാര്യങ്ങൾ എനിക്ക് ഇവിടുന്ന് പഠിക്കാൻ പറ്റുന്നുണ്ട്. എല്ലാ ദിവസവും പുതിയ പുതിയ കാര്യങ്ങൾ ഞാൻ പഠിക്കുന്നുണ്ട്. പിന്നെ ഈ വിൻ്റർ ടൈം എന്ന് പറയുന്നത് ഒരു കാണുമ്പോൾ, ഞാനിപ്പോൾ സിനിമയിൽ മാത്രമല്ലേ സ്നോ ഒക്കെ ഞാൻ കണ്ടിട്ടുള്ളൂ. അപ്പോൾ ആദ്യമൊക്കെ ഈ സ്നോ കണ്ടപ്പോൾ ഭയങ്കര ഒരു എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു. പക്ഷേ ശരിക്കും ഭയങ്കര തണുപ്പൊക്കെ ഉള്ള സമയം എന്ന് പറഞ്ഞാൽ ശരിക്കും അതൊരു ഭയങ്കര ഡിപ്രഷൻ അടിക്കുന്ന ടൈമാണ് നമുക്ക്. സമ്മർ തന്നെയാണ് നല്ലത്, സൂര്യനൊക്കെ ഉള്ളത് തന്നെയാണ് നല്ലത്. ഇവരും പറയും ഇവിടെയൊക്കെ വരുമ്പം ഭയങ്കര ഡിപ്രഷനായിരിക്കും. നിങ്ങൾക്ക് ഒറ്റപ്പെടൽ ഫീൽ ചെയ്യുന്നുണ്ടോ, വീട്ടിനെ മിസ് ചെയ്യുന്നുണ്ടോ? നിങ്ങളവിടെയൊക്കെ കുറേ സൂര്യൻ സണ്ണൊക്കെ ഉള്ളതുകൊണ്ട് നിങ്ങൾക്ക് അത്രയും ഒറ്റപ്പെടലൊന്നും മിസ് ചെയ്യില്ലായിരിക്കും, ഒറ്റപ്പെടലൊന്നും തോന്നില്ലായിരിക്കും എന്നൊക്കെ പറയും.
ശരിയാട്ടോ, സൂര്യനുള്ളത് തന്നെ നല്ലത്. ഇവിടെ ആദ്യമൊക്കെ കണ്ടപ്പോൾ ഒരു എക്സൈറ്റ്മെൻറ്റ് ഉണ്ടെങ്കിലും അത്ര വലിയ രസമൊന്നുമില്ല. അങ്ങനെയാണ്. ഞാൻ കുറേ നേരമായി ഇങ്ങനെ ഇതിലിറങ്ങി നടന്നിട്ട് എൻ്റെ കാലൊക്കെ മരവിച്ച് തുടങ്ങി. ഇനി ഞാനിവിടെ നിന്ന് കഴിഞ്ഞാൽ എനിക്ക് അകത്ത് കയറി പോകാൻ പറ്റില്ല. അപ്പം ഇത്രേ ഉള്ളൂ. ഈ സ്നോ ഡേ വ്ളോഗ് നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ താങ്ക് യു. എൻ്റെ യൂട്യൂബ് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഓക്കെ, ബൈ, ടാറ്റാ.